മൗണ്ട് ഫുജി നോക്കുവാണെങ്കിൽ അത് കുറച്ച് ഇൻഡിപെൻഡന്റ് ആയി കിടക്കുന്നതാണ്. മൗണ്ട് ഫുജി ഷൈ മൗണ്ട് എന്ന് പറയാം. അപ്പോൾ മൗണ്ട് ഫുജി ഷൈ അല്ലെങ്കിലാണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ ടുഡേ ഷി വാസ് നോട്ട് ഷൈ. നമ്മളിപ്പോൾ വന്നിട്ടുള്ളതാണ് മൗണ്ട് ഫുജി ഗാർഡൻ. എൻ്റെ ബാക്കിലുള്ളതാണ് ജപ്പാൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് മൗണ്ട് ഫുജി. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ നമ്മൾ മൗണ്ട് ഫുജിനെ കാണും. പക്ഷെ നല്ല ക്ലൗഡി ഡേ ആണ്, നമ്മൾ കാണാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഒരു നിമിഷം ഇത് ഫ്ലൈറ്റ് അല്ല ട്രെയിനാന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യില്ല ഇങ്ങനെ, ആ ഒരു ഫീലിംഗ് ആണ്. ഞാനിങ്ങനെ 300 എത്ര കിലോമീറ്റേഴ്സ് അല്ലായിരുന്നോ? അതിനിടയ്ക്ക് 2 സ്റ്റോപ്പുകൾ. ഓക്കെ, പിന്നെ 2 സ്റ്റോപ്പ് ഉണ്ടോ? ഒരു സ്റ്റോപ്പ്, പിന്നെ ടോക്കിയോ. ഇവർ ഈ 600-ന് മുകളിൽ സ്പീഡുള്ള സാധനം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇമാജിൻ ഇതിന്റെ ഡബിൾ സ്പീഡ്. എനിക്കത് കാരണമില്ല. കണ്ണൊക്കെ വേദനിക്കാൻ തുടങ്ങി. നോക്കി നോക്കി ട്രസ്റ്റ് വിടരുത്. ഞാൻ നോക്കിക്കൊണ്ടേയിരുന്നു, അങ്ങനെ ഞാൻ കണ്ടു. നാളെ നമുക്ക് ഒന്നുകൂടെ കാണാം. ശരിക്കും ലിറ്ററലി ഷൈ മൗണ്ട്. ഞങ്ങൾ കഴിഞ്ഞു പോയപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി. ഇത് ഞങ്ങള് മൈക്കോനെ സ്പോട്ട് ചെയ്ത പോലെ ഉണ്ട്. ഈശാന്ന് ചോദിച്ചു, പക്ഷെ മൈക്കോനെ കണ്ടല്ലോ. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഹാപ്പിനെസ്. ടോക്കിയോ എത്തിയോ? നമ്മൾ ഇറങ്ങാൻ പോവാണ്. This is my lost in translation moments. നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണെന്നറിയോ? എവിടെ?
നമ്മൾ ഇന്ന് എവിടെയാ വന്നിരിക്കുന്നതെന്ന് അറിയോ? നിങ്ങൾക്ക് എൻ്റെ ടീഷർട്ടിന് പ്രോബബ്ലി ഒരു കുഞ്ഞു ക്ലൂ കിട്ടിക്കാണോ? ദേ നോക്ക, മൗണ്ട് ഫ്യൂജി കാണാനാണ്. ജപ്പാനിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ആണ് മൗണ്ട് ഫുജി. ആൻഡ് ഈ മൗണ്ട് ഫുജി ഒരു ആക്റ്റീവ് വോൾക്കനോ ആണ്. ഇപ്പോൾ ഇത് ഡോർമെൻ്റായി ഇങ്ങനെ പാവം പോലെ കിടക്കുന്നുണ്ടെങ്കിലും ഒരു 300 വർഷം മുന്നെയാണ് ഇത് ആക്റ്റീവായി ഒലിച്ചിറങ്ങിയത്. അപ്പം നമ്മൾ ടോക്കിയോ എന്നൊരു ഡേ ട്രിപ്പ് എടുത്തിട്ട് മൗണ്ട് ഫുജീനെ കാണാൻ വന്നതാണ് പല പല സ്പോട്ടിൽ നിന്ന്. ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ള സ്ഥലമാണ് കവാഗുച്ചിക്കോ ലേക്ക്. അപ്പം മൗണ്ട് ഫുജീൻ്റെ ചുറ്റിനും ഒരു 5 ലേക്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആൻഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലേക്കാണ് കവാഗുച്ചിക്കോ ലേക്ക്. അപ്പോൾ ഈ ലേക്കിൽ നിന്ന് നമുക്കിങ്ങനെ മൗണ്ട് ഫുജി നല്ല അടിപൊളിയായിട്ട് കാണാം. ഈ നോക്കുകയാണെങ്കിൽ അത് കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയി കിടക്കുന്നതാണ്. സാധാരണ ഈ മറ്റു മലകൾ ഒരു മലനിരകളുടെ ഭാഗമായിരിക്കുമല്ലോ. ഇതിങ്ങനെ സ്പെഷ്യലി സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു മൗണ്ടൻ ആണ് ഇവിടുത്തെ. പിന്നെ ഇവിടുത്തെക്കാരുടെ ഭയങ്കരമായിട്ട് വേർഷിപ്പ് ചെയ്യുന്ന ഒരു മൗണ്ടൻ കൂടിയാണ്. നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുള്ള ഷിൻഡോ റിലീജിയൻ ഒക്കെ ഇല്ലേ, ഇവരുടെ ഒരു കാമിയാണ് അല്ലേ? ഷിൻഡോ റിലീജിയനിലെ ഫുജി സാൻ എന്നാണ് പറയുക ജാപ്പനീസില്. ആ ഫുജി സാനിലെ ഫുജി എന്ന് പറയുന്ന കാമിനെ ഇവര് എന്താ പറയുക വേർഷിപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്പിരിറ്റിനെ ഇവര് വേർഷിപ്പ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഒരു ഡെയിറ്റിയാണ് ഈ മൗണ്ട് ഫുജി. സാധാരണ അതിൽ പറഞ്ഞല്ലോ, ഇപ്പൊ കുറേ മലനിരകളുടെ നടുക്കായിരിക്കും ഒരു മല, പക്ഷെ ഇത് ഇൻഡിപെൻഡന്റ് ആണ്. പിന്നെ ഇത് ഭയങ്കര സ്മൂത്തായി തോന്നുന്നില്ലേ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോൾക്കാനിക് ഇറപ്ഷൻ വന്നിട്ട് വോൾക്കാനോ ഒലിച്ചൊലിച്ച് പോയിട്ട് അതിങ്ങനെ അടിപൊളി സ്മൂത്തായി നിൽക്കുന്നതാണ്. രണ്ട് സൈഡിലും സിമെട്രിക് ആണ്, അതാണ് ഇതിന്റെ പ്രത്യേകത. എല്ലാ ദിവസവും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഡൗട്ട് ആയിരുന്നു കാണാൻ പറ്റും. എപ്പോഴും ചിലപ്പോൾ മേഘം വന്ന് മൂടി മൗണ്ട് ഫുജി ഷൈ മൗണ്ട് എന്ന് പറയാം. അപ്പൊ മൗണ്ട് ഫുജി ഷൈ അല്ലെങ്കിലാണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ ടുഡേ ഷി വാസ് നോട്ട് ഷൈ, സോ വി കുഡ് സീ മൗണ്ട് ഫുജി. ക്ലൗഡി ആണെങ്കിലും, സോ ഐ എം ഹാപ്പി. അപ്പോൾ ഇന്ന് സാധാരണ നമ്മളിവിടെ വന്നിട്ട് എല്ലാം പബ്ലിക് ട്രാൻസ്പോർട്ടിൽ സ്വന്തം ചെയ്ത് കുറേ സമയമൊക്കെ പോകാറുണ്ട്, എന്നിട്ടാണ് അത് ഫിഗർ ഔട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ വിചാരിച്ചു ലെറ്റ്സ് ടേക്ക് ഇറ്റ് ഈസി. അപ്പോൾ നമ്മൾ എന്താക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂർ പാക്കേജ് എടുത്തു, ഒരു 1 ഡേ ട്രിപ്പ്. അപ്പോൾ 1 ഡേ ട്രിപ്പ് ടു സീ മൗണ്ട് ഫുജി. അപ്പോൾ ലേക്ക് കവാഗുച്ചിക്കോ പോവും, ഷുരിട്ട പഗോഡ പോവും. അങ്ങനെ പോകേണ്ട ഒരു 3-4 സ്ഥലത്ത് ഈ ഒരു ടൂർ കമ്പനി നമ്മൾ ക്ലൂക്ക് വഴി ബുക്ക് ചെയ്തു. അപ്പോൾ അവർ നമ്മളെ കൊണ്ടുപോകും. സാധാരണ ഈ ടോക്കിയോയിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ എക്സിറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല, എൻട്രൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഹസലൊന്നും ഇല്ലാതെ ആരാണ് ഒരു റിലാക്സിങ് ഡേ ആഗ്രഹിക്കാത്ത? ഇത്രയും ദിവസം അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു കൈൻഡ് ഓഫ് റിലാക്സിങ് ഡേ നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യണ്ടല്ലോ. അവർ നമ്മളെ കൊണ്ടുപോയിക്കോളും, നമുക്ക് കാണാനും പറ്റും. പക്ഷേ ആക്ച്വലി ട്രെയിനിൽ വരാനും ഭയങ്കര എളുപ്പം കേട്ടോ. ടോക്കിയോന്ന് 2 ട്രെയിൻ മാറി കയറിയാൽ നമ്മൾ ഇവിടെ എത്തും. ലാവെൻഡർ ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഭയങ്കര ഫേമസ് ആണ്. അത് കഴിക്കാനുള്ള ടൈം നമുക്കില്ല. അതിൻ്റെ ഒരു ചെറിയ വിഷമം എനിക്കുണ്ട്. ഇതൊരു 1000 യൂറോ യെന്നാണ്, ജാപ്പനീസ് യെന്ന്. പഴയ നോട്ടാണ് കേട്ടോ. അപ്പോൾ ആ പഴയ നോട്ടിൻ്റെ ബാക്കിൽ നമ്മുടെ ഗാന്ധിജിയൊക്കെ ഇല്ലേ, അതുപോലെ ഇവർക്കുള്ളത് ഫുജിയും മൗണ്ട് ഫുജിയും കവാഗുച്ചിക്കോ ലേക്കുമാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അതേ സ്പോട്ടിലാണ്, മൗണ്ട് ഫുജിയും കവാഗുച്ചിക്കോ ലേക്കും. കുറച്ച് കാറുകൾ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. എന്നാലും ടെക്നിക്കലി സ്പീക്കിംഗ് ഇപ്പോൾ ഈ കറൻസിയിലുള്ള ഫുജി അല്ല നിങ്ങൾ കാണേണ്ടത്. ശരിക്കുള്ള ഫുജി അവിടെ കാണണം. പക്ഷേ നമ്മൾ ആ ഫുജിയുടെ തുമ്പ് മാത്രമാണ് കാണുന്നത്. ജപ്പാനിലെ മെയിൻ ആയിട്ടുള്ള 3 കൺവീനിയൻസ് സ്റ്റോർസ് ആണ് ഉള്ളത്. ഒന്ന് ലോസൺ, പിന്നെ ഫാമിലി മാർട്ട്, പിന്നെ 7-Eleven. അപ്പോൾ ഈ ലോസൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കലി സ്പീക്കിംഗ് ഇതിൻ്റെ ബാക്കിൽ നമ്മൾ മൗണ്ട് ഫുജി കാണണം. അപ്പോൾ ഇതിന് കൺവീനിയൻസ് സ്റ്റോഴ്സ് എന്നാണ് പറയുക. കൺവീനിയൻസ് സ്റ്റോർസ് ആണ്. ഇതിന് കോമ്പിനി എന്നാണ് ജാപ്പനീസിൽ പറയുക. അപ്പോൾ അതിലിപ്പം എനിക്ക് തന്നൊരു ഇൻഫർമേഷനാണ്. അപ്പോൾ ഇവർ ജാപ്പനീസിൽ ഓരോ വേർഡ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അവർ ഇംഗ്ലീഷിലുള്ള വേർഡ്സിനെ സ്പീഡിൽ പറഞ്ഞിട്ട് ഷോർട്ടാക്കി കളയും. അപ്പോൾ ഈ കൺവീനിയൻസ് സ്റ്റോർ എന്നുള്ളത് പറഞ്ഞ് ഷോർട്ടാക്കി കഴിയുമ്പോൾ എന്താണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഈ കൊമ്പിനി. അപ്പോൾ അങ്ങനെയാണ് ഈ കൺവീനിയൻസ് സ്റ്റോർസ് ജാപ്പനീസിൽ കൊമ്പിനി ആയതും. മെയിൻ ആയിട്ടുള്ള 3 സ്റ്റോറുകളാണ് ഈ ലോസൺ, 7-Eleven, ഫാമിലി മാർട്ട്. ഇപ്പം നമ്മളൊരു ബഡ്ജറ്റിൽ ജാപ്പനീസ് ട്രിപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കൺവീനിയൻസ് സ്റ്റോറിലെ ഭക്ഷണങ്ങൾ വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുന്നതാണ്. ഫുജി അവിടെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു ജപ്പാൻ ട്രിപ്പ് നടത്തുകയാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ശരിക്കും ഒരു ട്രിപ്പ് നടത്തണമെങ്കിൽ ഈ കൺവീനിയൻസ് സ്റ്റോർസ് മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റൂ കേട്ടോ. 7-Elevenലെയും ലോസണിലെയും ഫാമിലി മാർട്ട്, ഇതിലെ 3ലെയും ഭക്ഷണം കഴിച്ച് മാത്രം സർവൈവ് ചെയ്യാനും പറ്റും. കാരണം നല്ല ഫുഡ് കിട്ടും അവിടെ. ഞങ്ങൾ കവാഗുച്ചിക്കോ മൗണ്ട് ഫുജി കണ്ടതിന് ശേഷം
അടുത്ത സ്പോട്ടായ ചുരുട്ടോ പക്കോടയിൽ നിന്ന് മൗണ്ട് ഫുജി കാണാൻ വന്നതാ. ചത്തു നോട്ട് ഈസി. 398 സ്റ്റെപ്പുണ്ട്, 400-ന് 2 സ്റ്റെപ്പ് കുറവ്. ആ സ്റ്റെപ്പാണ് ഞാൻ കയറിക്കൊണ്ടിരിക്കുന്നത്. ചത്ത് 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 ചത്ത്. ഈ പകോട കാണാനാണ് ഞാൻ ഏതാണ്ട് മരിച്ചത്. ആക്ച്വലി 400 സ്റ്റെപ്പേ ഉള്ളൂ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് തീരെ ആരോഗ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതൊക്കെയാണ്. പക്ഷേ ഇതല്ല ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഈ പകോടയുടെ ബാക്കിൽ നിന്ന് നമുക്ക് ഫുജി കാണാം. ഞാൻ ഫുജിയും പകോട ഒരു ഫ്രെയിമിലുണ്ടോ? ആ ഫുജി ഇല്ലേ, ആ ഫുജിയുടെ ടിപ്പാണ് അവിടെ കാണുന്നത്. അതിൻ്റെ ഇടയിൽ കാണുന്ന മേഘങ്ങളാണ്. അപ്പോൾ ഫുജി, മേഘങ്ങൾ, പിന്നെ ടിപ്പ്. മൗണ്ട് ഫുജിക്ക് ഏകദേശം 3771 മീറ്റർ ഹൈ ആണ്. അതായത് ഏകദേശം 3 കിലോമീറ്റർ. അത് ഹൈക്ക് ചെയ്യണമെങ്കിൽ ഏകദേശം 2 ദിവസം എടുക്കും. വിൻ്ററിലൊന്നും ഹൈക്ക് ചെയ്യാൻ പറ്റില്ല, സമ്മറിലാണ് ആൾക്കാർ ഹൈക്ക് ചെയ്യാറ്. ബാക്കിയുണ്ട് ഫുജിയുടെ കഷ്ണം കണ്ട് മൊത്തത്തിൽ പുകയായിരുന്നെങ്കിൽ സങ്കടപ്പെട്ടേനെ. ഒരു കാറ്റ് വന്ന് ഫുജിനെ അടിച്ചു കൊണ്ടുപോകുമായിരുന്നെങ്കിൽ സോറി മേഘത്തിന്. കാണുന്നുണ്ടോ പഗോഡയും ആ തുമ്പ് കാണിച്ചു കൊടുക്കത്തില്ലേ? അതാണ് ഫുജി. വലുതാണ്, പക്ഷേ മേഘം വന്നിട്ട് നമുക്ക് അത്രേ കാണുന്നുള്ളൂ. കയറ്റം കയറുന്ന വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സൂപ്പറാണ്. വ്യൂ ആണ് ടോട്ടലി. യു ഷുഡ് ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. ഞാൻ മരിക്കുന്നത് കണ്ടിട്ട് ആരും ചെയ്യാതിരിക്കരുത്, എല്ലാവരും ചെയ്യണം. സാധാരണ ഈ പഗോഡകളൊക്കെ ഭയങ്കര പഴയതായിരിക്കും, പക്ഷേ ഇത് റീസെൻ്റ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. 1960s ഒരു വാർ മെമ്മോറിയൽ ആയിട്ട് ഉണ്ടാക്കിയതാണ്. അത് കറക്റ്റ് സ്പോട്ടായിട്ട് ഒരു ഫുജിയുടെ സ്ഥലത്ത്. അപ്പം നമ്മൾ ചുരിറ്റോ പഗോഡയിനോട് ചാച്ചാ ബൈ ബൈ പറയാൻ പോവാണ്. ഇവിടെ വരുമ്പം എനിക്ക് ആഗ്രഹമുള്ള ഭയങ്കര ഒരു സ്ഥലമായിരുന്നു ഇവിടെ വന്നിട്ട് മൗണ്ട് ഫുജി കാണണം എന്നുള്ളത്. ഇറങ്ങി വരുന്നത് വാസ് സോ മച്ച് സിംപ്ലർ. ഞാൻ പുഷ്പം പോലെ ഇറങ്ങി, പക്ഷെ കയറുന്നത് ഞാൻ പെട്ടുപോയായിരുന്നു ഗൈസ്. ഇനി ഇറങ്ങാനുണ്ട്. ഇനി ഞാൻ വെച്ച് കഴിഞ്ഞു എന്ന്. ഇങ്ങനത്തെ ഡേ ട്രിപ്പ് എടുക്കുമ്പോൾ ഒരു സുഖം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മറ്റേതാകുമ്പോൾ ഞാൻ ഈ നേരം എത്തുമ്പോഴത്തേക്കും അടുത്തത് എവിടെയാണ് പോകണ്ടേ, അടുത്ത ട്രെയിൻ എപ്പോഴാണ്, അടുത്ത ബസ് എപ്പോഴാണ്, അങ്ങനെ ചിന്തിക്കേണ്ടി വരില്ലേ? ഇതിപ്പോൾ ഒന്നും ചിന്തിക്കേണ്ട. ആക്ച്വലി നല്ല സുഖമുണ്ട്. ഒരു വെരി റിലാക്സ്ഡ് ഡേ. നമ്മളിങ്ങനെ ഇരിക്കുന്നു, നമ്മൾ ആ ഗൈഡ് പറയുന്നത് നേരെ ആകുമ്പോൾ ആ സ്ഥലത്ത് എത്തുന്നു, നമ്മൾ അവിടുന്ന് ബസ് കയറുന്നു, പോകുന്നു, അവർ കൊണ്ടുപോകുന്നു. ആൻഡ് എബവ് ഓൾ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിശ്ചിത സമയമല്ലേ ഉള്ളൂ, 20 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ. അപ്പോൾ ആ സമയത്തിനുള്ളിൽ അതൊരു വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് തീരണം. നോർമലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസും ഫോട്ടോസും എടുത്ത് അതിലും മതിയാവില്ല. എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു 1 hour എസ്റ്റിമേറ്റ് ഇട്ട സ്ഥലത്ത് നമ്മൾ 2 മണിക്കൂർ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും. ഇതെന്ന് പറഞ്ഞാൽ ബസ് പോകുന്നതുകൊണ്ട് കറക്റ്റ് 20 മിനിറ്റിനുള്ളിൽ എടുക്കണം. അപ്പം നമ്മൾ ഏതാണ്ട് മൗണ്ട് ഫുജിയുടെ ഇപ്പം നമ്മളെ കൂടെ പോസിബിൾ ആവുന്ന എല്ലാ വ്യൂ പോയിന്റ്സും കവർ ചെയ്തിരിക്കുകയാണ്. കവാഗുച്ചിക്കോ ലേക്കിൽ നിന്ന് നമ്മൾ മൗണ്ട് ഫുജി കണ്ടു. ചുരിറ്റോ പക്കോഡയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ മൗണ്ട് ഫുജി കണ്ടു. ഓക്കെ, ടിപ്പാണ് കണ്ടതെങ്കിലും ഞാൻ വിചാരിക്കുന്നു നമ്മൾ മൗണ്ട് ഫുജി കണ്ടു എന്ന്. ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ടിപ്പ് നോക്കാം. ഇതൊരു ഫേമസ് ടൂറിസ്റ്റ് ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ കാണാണ്. ഇവിടെയാണ് ആക്ച്വലി ഫുജി ഷ്രൈൻ ഉള്ളത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഫുജി ഒരു കാമി കൂടിയാണ് ജാപ്പനീസ് ആൾക്കാർക്ക്. അതായത് ഇവരുടെ ഒരു ഡൈറ്റി, അതായത് ദൈവം പോലെയാണ്. അപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നതാണ് മൗണ്ട് ഫുജീനെ. അപ്പോൾ ആ ഷ്രൈനും കൂടെയാണ് ഇവിടെ. നമ്മളൊരു ഫുജി ആപ്പിൾ വാങ്ങിക്കാൻ പോകണേ. നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഫുജി ആപ്പിൾ. അപ്പോൾ ശരിക്കും ഫുജിന്ന് നമുക്കൊരു ഫുജി ആപ്പിൾ മേടിക്കാം. 400 യെന്നാണേ. പൈസ ഞാൻ എടുത്തു. എന്തൊരു വലിപ്പം നോക്ക്. നമ്മൾ വാങ്ങിച്ച ഫുജി ആപ്പിൾ നമ്മൾ കഴിച്ചു നോക്കാൻ പോവാണേ. സാധാരണ ആപ്പിളിൽ നിന്ന് വ്യത്യാസം ഉണ്ടോ നോക്കാം.
ഇറ്റ്സ് നോട്ട് ദ ക്രിസ്പി ആപ്പിൾ. ക്രിസ്പി അല്ല, വാട്ടറി ആൻഡ് കുറച്ച് സോഗിയാണ്. It's an apple, just bigger. നമ്മൾ ആപ്പിൾ മുറിച്ച് വെച്ചിട്ട് കുറേ കഴിഞ്ഞാൽ ചീത്തയാലുള്ള ടേസ്റ്റ് അല്ലേ ആ ടേസ്റ്റ്. ഇതെല്ലാം മുറിച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാറ്റൊക്കെ കറന്നിട്ടുള്ള ടേസ്റ്റ് ഇല്ല അത്. ഭയങ്കര വാട്ടറാണ് മെയിനായിട്ട്. ഒരു മധുരമൊന്നും പ്രത്യേകിച്ച് തോന്നില്ല. ആ മരത്തിന്റെ ബാക്കിൽ നമ്മൾ മൗണ്ട് ഫുജിനെ കാണുന്നുണ്ട്. അതാണ് ഈ ഫോണ്ടിന്റെ പ്രത്യേകത. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ മൗണ്ട് ഫുജിയിലെ വെള്ളം മെൽറ്റായിട്ട് ഒഴുകി വന്ന്, അത് ഒഴുകി വരുന്ന വെറുതെ അല്ല, മറ്റേ ലാവയിലൂടെ ഫിൽട്ടർ ചെയ്തിട്ടാണ് വരുന്നത്. അതായത് ഇത് മൗണ്ട് ഫുജിയിലെ ഐസ് മെൽറ്റ് ആയിട്ട് വരുന്ന വെള്ളമാണ്. അത് മെൽറ്റ് ആയിട്ട് വെറുതെ വരുന്നതല്ല, ലാവയിലൂടെ ഫിൽട്ടർ ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം. ഇത് കാണുന്ന നമ്മളിരിക്കില്ല തൊട്ടടുത്താണ്, പക്ഷെ ആക്ച്വലി 8 മീറ്റർ താഴ്ചയുണ്ട്. 8 മീറ്റർ വീണ് കഴിഞ്ഞാൽ എന്തായാലും പോക്കാം. പണ്ട് ഇവിടുത്തെ രാജാവായിരുന്നു ഇതിൽ കോയിൻസ് ഇടുന്നത്, പക്ഷെ ഇപ്പൊ അത് ഇടരുത്. അതുകൊണ്ടാണ് ഇവിടെ കുറെ കോയിൻസ് കാണുന്നത്. നമ്മുടെ ഗൈഡ് പറയുന്നു ഇവിടെ ഒരാളുടെ ഐഫോൺ വരെ വീഴുന്നുണ്ട്. അപ്പൊ ഒരു ഐഫോൺ ഉള്ള കൂളാണ് ഇത്. അതുകൊണ്ട് ആരും ചാടി ഇറങ്ങരുത്. ഇങ്ങോട്ടേക്ക് വന്നിരുന്നെങ്കിൽ നീല ഏറ്റവും അടി കൂടെ മാത്രമേ പോകുള്ളൂ എന്ന് തോന്നുന്നു. അപ്പം ഇറ്റ്സ് ആൻ ഒഫീഷ്യൽ ബൈ ഫ്രം കണ്ടില്ലേ മൗണ്ട് ഫുജി. അപ്പൊ ഞങ്ങളുടെ മൗണ്ട് ഫുജി ചൈത്രയാത്ര അവസാനിക്കുകയാണ്. ഞങ്ങൾ ടോക്കിയോയിലേക്ക് പോവാണ്. നമുക്ക് ബാക്കി കൂടുതൽ ടോക്കിയോ വിശേഷങ്ങൾ കാണാം. ബൈ.